Hi students, good morning. Welcome back to our zoology class. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലോട്ടാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി. കുറച്ച് പേർക്കൊക്കെ കുറേ പോയിൻറ്റ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് പേർ ഇപ്പോഴും അത് ശരിക്കും അങ്ങോട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് വന്നിട്ടില്ല. എന്നിരുന്നാൽ ഓക്കെ, നമുക്ക് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് വിച്ച് ടോപ്പിക് ലാസ്റ്റ് ക്ലാസ് സൂപ്പർ ക്ലാസ് പിസസിൻ്റെ 2 ക്ലാസ് അല്ലേ? സൂപ്പർ ക്ലാസ് പിസസിൻ്റെ 2 ക്ലാസ് ആണ് ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ ദാറ്റ് ക്ലാസ്സസ്? ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. Today the superclass Tetrapoda. Superclass Tetrapoda's classes, 4 classes is the superclass Tetrapoda have 4 classes. Class Amphibia, class Reptilia, class Apes and class Mammals or Mammalia. ഇങ്ങനെ 4 ക്ലാസ് ആണ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയ്ക്കുള്ളത്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് ഇത് കേട്ടോ. നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഫൈലംസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫൈലം കോഡേറ്റാൽ വരുന്ന സൂപ്പർ ക്ലാസ് ആണ് ടെട്രാപോഡ. അതായത് വെർട്ടിബ്രേറ്റിൽ വരുന്ന ഡിവിഷൻ വെർട്ടിബ്രേറ്റിൽ വരുന്ന സൂപ്പർ ക്ലാസ് ആണ് ടെട്രാപോഡ. ടെട്രാപോഡയിൽ വരുന്ന 4 ക്ലാസ്സസ് ആണ് ക്ലാസ് ആംഫീബിയ, ക്ലാസ് റെപ്റ്റീലിയ, ക്ലാസ് ഏവ്സ് ആൻഡ് ക്ലാസ് മാമൽസ്. ഈ ഫൈലംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചതുപോലെ തന്നെ ഈ ക്ലാസ്സസ് 4 ക്ലാസ്സസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ ക്ലാസ്സസ്. ക്ലാസ് ടെട്രാപോഡയുടെ സൂപ്പർ ക്ലാസ് ആംഫീബിയ, ക്ലാസ് റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. ഫസ്റ്റ് ക്ലാസ് ആംഫീബിയ. ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ആംഫീബിയൻ. ഫ്രോഗ് അറിയാലോ? എക്സാമ്പിൾസ് ഫെമിലിയർ എക്സാമ്പിൾ ആണ് ഫ്രോഗ്. തവളയല്ല, ടോഡ്. ചൊറിത്തവള എന്ന് പറയത്തില്ലേ, അതിനാണ് ടോഡ്. ബഫോ. ഹൈല, ട്രീ ഫ്രോഗ്. പറക്കും തവള, മരത്തിലൊക്കെ പറ്റി പിടിച്ച് ചാടി നടക്കുന്നത്, മരത്തിൽ ഇങ്ങനെ പറക്കണം, പറക്കും തവള എന്ന് പറയുന്നത്, അതാണ് ഹൈല എന്ന് പറയുന്നത്. ദെൻ സാലമാൻഡർ, ഇക്തിയോഫിസ്, ലിംപ്ലെസ് ആംഫീബിയാണ്. ലിംപ്ലെസ് ആംഫീബിയ, ലിംസ് ഉണ്ടാവില്ല. ഇതിനൊക്കെ ലിംസുകൾ ഉണ്ടാവും. 2 പെയർ ഓഫ് ലിംസ് പ്രസൻ്റ് ആണ്. ഇതൊക്കെയാണ് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ്. നമുക്ക് അറിയാവുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് ക്ലാസ് ആംഫീബിയയിൽ വരുന്നത്. അപ്പോൾ ഫ്രോഗിനൊക്കെ ഫെമിലിയർ ആണല്ലോ. ഓക്കെ, ഫ്രോഗിനെ വെച്ച് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ ടേം മീനിങ് ഓഫ് ആംഫീബിയ? ആംഫി, ദസ് ഗ്രീക്ക് വേർഡാണ്. ദാറ്റ് വേർഡ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. ആംഫി, ഫസ്റ്റ് വേർഡ് ഇസ് ആംഫി. Amphi means dwell and bios means a life. Bia or bios means a life. So they lead a dual life. They lead a dual life. That means their habitat, or they can live on land as well as in water also. That is, they live in aquatic as well as terrestrial habitat. ഒരു ആംഫീബിയ എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് നമ്മൾ പറയുന്നത് പേരാണ് ആംഫീബിയൻസ്. ഓക്കെ, സോ ദേ ക്യാൻ ലീവ് വിച്ച് ലൈഫ്? ഡ്വൽ ലൈഫ്. ദാറ്റ് മീൻസ് ദേ ലീവ് or they lead as aquatic as well as terrestrial life. That is the amphibians. ഫ്രോഗിൻ്റെ കേസിൽ അല്ലേ, കരയിലും കാണും വെള്ളത്തിലും കാണപ്പെടും. So that is the amphibians. They can ടെറസ്ട്രിയൽ ഫോംസ് ആണ് ആസ് വെൽ ആസ് അക്വാട്ടിക് ഫോംസുമാണ് ആംഫീബിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഡിഡ് യു ഗെറ്റ് ഫസ്റ്റ് പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് ഓഫ് ദ ആംഫീബിയ, ക്ലാസ് ആംഫീബിയയുടെ ദേ ലീഡ് എ ഡുവൽ ലൈഫ്. ദാറ്റ് മീൻസ് ദേ ക്യാൻ ലിവ് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ വാട്ടർ ഓൾസോ. ഓക്കെ, ദ സെക്കൻഡ് പോയിന്റ് ഓഫ് ദ ക്ലാസ് ആംഫീബിയൻസ് ആർ their body consists of 2 parts. ബോഡി കൺസിസ്റ്റ് ഓഫ്, ഫ്രോഗിനെ ഇമാജിൻ ചെയ്യാം. ഫ്രോഗ് അല്ലേ, അതിന് ഇമാജിൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, ഹെഡ് ആൻഡ് ട്രങ്ക്. ഹെഡും ട്രങ്കുമായിട്ടാണ് ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Body consists of 2 parts, head and trunk.
ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ദ സ്കിൻ? സ്കിന്നിൻ്റെ സ്പെഷ്യാലിറ്റി. ഫ്രോഗിനെ ആരെങ്കിലും പിടിച്ചു നോക്കിയിട്ടുണ്ടോ? പിടിച്ച് നോക്കിയിട്ടില്ല. അതിനെ കാണുമ്പോൾ നമുക്കറിയാം ഒരു വഴുവഴുപ്പാണ് അല്ലേ. നമ്മൾ ആ ഫ്രോഗിനെ ശരിക്കും പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോകും. വഴുവഴുപ്പാണ്. ദാറ്റ് മീൻസ് their skin is മോയിസ്റ്റ്. വാട്ട് ഇസ് എ മോയിസ്റ്റ്? ഈ വഴുവഴുപ്പിനെ പറയുന്നതാണ് മോയിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വാട്ടറി ഒരു ലിക്വിഡ് ടൈപ്പ്, ഒരു സംതിങ് മ്യൂക്കസ് ലൈക്ക് liquid present on the surface of their skin. What's the reason? Because on the skin they have mucus gland. Mucus gland present on the skin, and that mucus gland secrete the mucus. As a result of or in the presence of this mucus, the skin was always moist. Skin moist ആയിരിക്കും. Scales absent ആണ്. Scales absent. Second point, body is divided into head and trunk, and their skin is moist. What's the reason for the moist? Due to the presence of mucus glands on the skin. Scales are absent. Then about the eyes. Eyes have eyelid. Eyene cover ചെയ്ത് eyelid present ആണ്. Then there are about ear. Ear drum. External ears absent ആണ്. എക്സ്റ്റേണൽ നമ്മളെ പോലെ പിന്ന നമുക്കൊരു എക്സ്റ്റേണൽ ഇയർ ഇല്ല. നമുക്ക് പിടിച്ചു നോക്കിയാൽ നമുക്കൊരു എക്സ്റ്റേണൽ ഇയർ പ്രസന്റ് ആണ് അല്ലേ. ബട്ട് ആംഫീബിയ that external ear absent. Instead of that they have earനെ represent ചെയ്യുന്ന ടിംപാനം, ഔട്ടുള്ള ഒരു ചെറിയ റൗണ്ട് പോലെ ഒരു പോർഷൻ മാത്രമേ ഫ്രോഗിന് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പിക്ചേഴ്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരാം. അതുകൊണ്ട് നോക്കി നിങ്ങൾക്ക് ടിംപാനം കാണാനായിട്ട് സാധിക്കും. രണ്ട് സൈഡിലും ഒരു റൗണ്ട് പോർഷൻ ഇയറിൻ്റെ പൊസിഷനിൽ ഒരു റൗണ്ട്, ദാറ്റ് മീൻസ് ദ ഇയർ ഡ്രം ആണത്. ഇയർ ഡ്രം. എക്സ്റ്റേണൽ ഇയർ ആബ്സെൻ്റ് ആണ്. എക്സ്റ്റേണൽ ഇയറിന് ശേഷമുള്ള പോർഷൻ ആണ് ഇയർ ഡ്രം എന്ന് പറയുന്നത്, ഓർ ടിംപാനം. ടിംപാനത്തിന് മറ്റൊരു പേരാണ് ഇയർ ഡ്രം. Okay, that's the next point. Ear or eardrum are present. Then the respiration. Respiratory system. All the system, excretory system, digestive system, reproductive system, nervous system, circulatory, all the system are well developed in the case of class Amphibia. Class Amphibia ഈ 4 സിസ്റ്റം, ഡൈജസ്റ്റ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, nervous system and reproductive system are well developed. And what about the respiration of the class Amphibia? Respiration takes place gills, lungs, skin. Respiration ആംഫീബിയയിൽ റെസ്പിറേഷൻ നടക്കുന്നത് gills, lungs, skin. 3 റെസ്പിറേറ്ററി ഓർഗനാണ്. In the case of frog or amphibians, their development is indirect. What is meant by indirect development? That is they have in their life larva is present. So when it's larva, they are respired through gills. മനസ്സിലായോ? But when it's adult, that gills is replaced by lungs, and also through skin respiration will takes place. So amphibians major respiratory organs lungs and skin ആണ്. ലങ്സും സ്കിന്നുമാണ്. ഇത് ലാർവൽ ഫോംസിൽ മാത്രമാണ്. ലാർവ മീൻസ് ടാഡ്പോൾ ആണ് അല്ലേ. ടാഡ്പോൾ ഫുള്ളി കംപ്ലീറ്റ്ലി ഇൻ വാട്ടറിലായിരിക്കും. ദ ലീഡ് വാട്ടർ ലൈഫ് ആണ്. ദാറ്റ് ടൈം ഗിൽസ് ആണ് അവയുടെ റെസ്പിറേറ്ററി ഓർഗൻ. അഡൾട്ട് ഫോമിൽ ലങ്സും സ്കിന്നും. 2 റെസ്പിറേറ്ററി ഓർഗൻ പ്രസന്റ് ആണ് ആംഫിബിയയിൽ. That's the respiratory organs are lungs and skin. Clear ആയോ? Then circulation. Circulatory system is well developed, and we know that circulation means the major or the starting organ is a heart ആണ്. Heart of the amphibia is a 3-chambered ആയിരിക്കും. 3-chambered. Heart is a 3-chambered. Auricle or atria, 2 auricle. This is a auricle and 1 ventricle. 2 atria എന്ന് പറയാം, or auricle എന്ന് പറയും. 2 auricles, 1, 2 and only 1 ventricle. അങ്ങനെ 3 heart is 3-chambered ആണ് ആംഫിബിയയ്ക്ക്. Then they are cold-blooded animals. What is meant by cold-blooded animals? In the case of
Contractiles and ostrictiles we discussed. What is the cold-blooded animals? Or other term, scientific term for representing these cold-blooded animals is poikilothermic. Poikilothermic animals. Poikilothermic animals. What is meant by cold-blooded animals? Okay, what is that? Is that they lack the capacity to regulate the temperature. Outside the temperature, outside the environment, temperature change body temperature change. In the case of human beings, in the case of our case, our body environment body shiver adjustable body temperature increase adjusted shivering so we are warm-blooded animals, homeothermic animals. But amphibians are cold-blooded animals. They lack the capacity to regulate their body temperature. That is a cold-blooded animals. The scientific name used for these cold-blooded animals are poikilothermic animals. Poikilothermic animals. Is it clear? Okay. Then the excretory system is also well developed. Excretion by mesonephric kidney. What is meant by mesonephric kidney? That is in all cases textbook points additional point. There are two type of kidney. Mesonephric kidney and metanephric kidney. Two type of kidney under meso and meta. Meso and metanephric kidney. What is meant by mesonephric kidney? Mesonephric kidney means the tubules is derived from mesoderm. Mesonephric kidney is tubules. Kidney tubules derived mesodermal. That is a mesonephric kidney. Then that mesonephric kidney later, in the case of amphibia, this does not change. It remains as or it mesonephric kidney. But in the case of reptilia, aves and mammals, this mesonephric kidney changes as a metanephric kidney, and that is a permanent kidney. Mesodermal derive cheyum, but adult life that's metanephric kidney permanent kidney in the case of amphibia, excretion by kidney, but that is a mesonephric kidney. Okay. Then the reproduction. Reproduction is unisexual. What is meant by unisexual? Sexes are separate. Male and females are separate individual. And for external fertilization. External fertilization means female lays eggs. Female lays eggs and male frog sperms. And fusion of gametes, fusion of male and female gametes will takes place in the water. That is the external fertilization. Fertilization of the gametes will takes place outside the body. That is external fertilization. And oviparous, that means that they are laying eggs. Oviparous. And development is indirect. Development is indirect. That's it. They have the one larval life. One larva. They are directly young ones form larval life lead young one form. That's about the class amphibia. Clear? Amphibia. The term amphibia. This is a Greek word. That meaning of the amphibia is a dual life. And first point of the class amphibia, they are lead aquatic as well as terrestrial life. And the body is divided into two parts, head and trunk. And the body is, the skin of the body is moist due to the presence of moist mucus glands. And scales are absent in their body. I have eyelids and externally ear absent, but tympanum or eardrum present in the position of ear. Ear represented by tympanum or eardrum. And respiration will take place. Gills in the case of larval forms, and adult lungs and skin. Two respiratory organ are amphibial, lungs and skin. Then the circulation is well developed and heart is 3-chambered.
They are cold-blooded animals or poikilothermic animals. Excretion by mesonephric kidney. Reproduction is unisexual and fertilization external. Oviparous. Development is indirect. The examples of class Amphibia are before, rana, hyla, salamander, ichthyophis. ഇതിനകത്ത് എക്സാമ്പിൾ ലിംപ്ലെസ് ആംഫിബിയ എന്ന് ചോദിക്കാം. ലിംപ്ലെസ് ആംഫിബിയ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതണ്ടേ? ഇക്തിയോഫിസ് എന്ന് എഴുതണം. ഇക്തിയോഫിസ്. ട്രീ ഫ്രോഗ്, ഹൈല. ട്രീ ഫ്രോഗ് ഏതാണെന്ന് ചോദിക്കാം. ഹൈല. ഇനി നിങ്ങൾക്ക് ഫ്രോഗിൻ്റെ അല്ലെങ്കിൽ ട്രീ ഫ്രോഗിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തരുവാണ്. വാട്ട് ഇസ് ടൈപ്പ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്റ് മീസോനെഫ്രിക് കിഡ്നി ഫോളോ ചെയ്യുന്നത് ഏത് ക്ലാസ് ഓഫ് ടെട്രാപോഡയുടെ ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലാസ് ആംഫീബിയ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനല്ല വരുന്നത്. നമ്മൾ ഈ പോയിന്റ്സ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് നമുക്ക് സാധിക്കും. വാട്ട് അബൌട്ട് ദ ഹാർട്ട് ഓഫ് ദ ക്ലാസ് ആംഫീബിയ? ഇറ്റ്സ് 3-chambered. What is meant by poikilothermic animals? Examples, with example. So you can write what is a poikilothermic. Example is this one plus also osteoitis and contractiles. അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സസ് അല്ലെങ്കിൽ ഫൈലംസും ക്ലാസ്സസും ഒക്കെ നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് ഉണ്ട്. വാട്ട് അബൌട്ട് ഐ ഓൾറെഡി ടോൾഡ് ദ ഡൈജസ്റ്റ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഇതെല്ലാം പ്രസന്റ് ആണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ നിങ്ങളുടെ എലിമെന്ററി കനാൽ. വാട്ട് ഇസ് മീൻ ബൈ എലിമെന്ററി കനാൽ? അത് ഡൈജസ്റ്റിക് കനാൽ അല്ലേ? ഡൈജസ്റ്റിക് കനാലാണ് എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. എലിമെന്ററി കനാൽ, യൂറിനറി ബ്ലാഡർ, the reproductive tract, ഇതെല്ലാം കൂടെ ഓപ്പൺ ചെയ്യുന്നത്. അതായത് എലിമെന്ററി കനാൽ വരുന്നു, യൂറിനറി ബ്ലാഡർ വന്നു, റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഇതെല്ലാം കൂടെ ഓപ്പൺ ചെയ്യുന്നത് ക്ലോയാക്ക എന്ന് പറയുന്ന റീജിയനിലോട്ടാണ്. ക്ലോയാക്ക എന്താണ്? ക്ലോയാക്ക. ഞാൻ ഈ പ്രൊനൗൺസ് ചെയ്യുന്ന ടേമുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, സ്പെല്ലിംഗ് നോക്കുക, അതേപോലെ പ്രൊനൗൺസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ക്ലോയാക്ക ആ റീജിയനിലോട്ടാണ് ഇവിടെ എലിമെന്ററി കനാലും യൂറിനറി ബ്ലാഡർ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് റെപ്റ്റീലിയ. ഇത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി രണ്ടും ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. ക്ലാസ് റെപ്റ്റീലിയ മീൻസ്, അതുപോലെ തന്നെ വേർഡ് ദ ലാറ്റിൻ വേർഡാണ് റെപ്പർ ഓർ റെപ്റ്റം. ദ മീൻസ് ടു ക്രീപ്പ് ഓർ ടു ക്രോൾ. എക്സാമ്പിൾ സ്നേക്സ് അറിയില്ല, ഫെമിലിയർ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക്. സ്നേക്സ്, ടോർട്ടീസ്, ഓക്കെ, ക്രോക്കഡൈൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇവിടെയൊക്കെ പ്രത്യേകത എന്താ? ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് ടൈപ്പ് ഓഫ് ലോക്കോമോഷൻ ആണ് അല്ലേ? ദാറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസ് ബിലോങ് ടു ദ ക്ലാസ് റെപ്റ്റീലിയ. ക്രീപ്പ് ചെയ്യുന്നതോ ക്രോൾ ചെയ്യുന്നതോ, അതായത് ലാൻഡ് സർഫസിലോട്ട് ബോഡി ടച്ച് ചെയ്ത് ക്രീപ്പ് ചെയ്യുന്ന ആനിമൽസ്, ആ ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ് ഇത് വരുന്നത് ക്ലാസ് റെപ്റ്റീലിയ ഓർ വരുന്നത്. റെപ്പർ ഓർ റെപ്റ്റം മീൻസ് ടു ക്രീപ്പ് ഓർ ടു ക്രോൾ. That means they lead which type of life? Creeping mode of locomotion. Amphibia lead aquatic and terrestrial habitat in the lead of life. But here they are leading creeping mode of locomotion. And then what about the skin? ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? സ്കിൻ ഡ്രൈ ആയിരിക്കും. ഡ്രൈ സ്കിൻ ആണ് ക്രോക്കഡൈൽസിനൊക്കെ സ്കിൻ. അതുപോലെ തന്നെ അവയ്ക്ക് സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ് പ്രസന്റ് ആണ്. നമ്മൾ ലിസാർഡ് ഇതൊക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവയുടെ റഫ് സർഫസ് ആണ്. റഫ് ആണ്, ഡ്രൈ സ്കിൻ ആൻഡ് കോർണിഫൈഡ് എപ്പിഡെർമസ് സ്കെയിൽ ഓർ സ്ക്യൂട്ട്സ്. സ്ക്യൂട്ട് ഓർ സ്കെയിൽ എന്ന് പറയുന്നത് അത്രമാത്രം കട്ടിയുള്ള സ്കെയിൽസ്. ഫിഷസിന്റെ പോലെ സ്കെയിൽസ് അല്ല, ഇത് നല്ല കട്ടിയുള്ള സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ് ആർ പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് റെപ്റ്റീലിയ. Then ear, tympanon, like amphibia, tympanon is external ear absent ആണ്, ടിമ്പാനമാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ ഇയർ ആബ്സെന്റ് ഓർ ടിമ്പാനമാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. Then what about the respiration? Respiration is only one respiratory organ, that's a lungs. Two pair of lungs are present in the class of reptilia. Lungs are that's the respiratory organ of class reptilia. Lungs, two pair of lungs. Circulatory system well developed. Heart is 3-chambered. In majority of reptilia,
heart is 3-chambered. That is heart is 3-chambered എന്ന് പറയുന്നത് two auricle and one ventricle. But in the case of crocodiles 4-chambered. 2 auricle and 2 ventricle are present. The case of crocodiles only 4-chambered. All the reptiles have 3-chambered heart. Like amphibia, they are also cold-blooded animals or poikilothermic animals. That means they lack the capacity to regulate their body temperature. Excretion by metanephric kidney. In the case of amphibia, mesonephric kidney anengil, excretion by the permanent kidney, that is a metanephric kidney. Then reproduction is unisexual. Like amphibia, they are also unisexual. Sexes are separate. And fertilization is internal. But in the case of amphibia, external fertilization anengil, here internal fertilization, that's a fusion of gametes will take place inside the female body. And development direct oviparous. The eggs and development is direct. Oviparous direct development. That's about class of reptilia. Examples: Kilo, turtles, tortoise, chameleon, calotes, crocodile, alligator, snakes, poisonous snakes, non-poisonous snakes, all these are belong to class reptilia. So reptilia features that they lead a crawling mode of life or creeping mode of life. They dry skin with a scale or scutes, and ear with a tympanum. Respiration through lungs. Circulation, well-developed heart is 3-chambered, but except in the case of crocodile, they have 4-chambered. Cold-blooded animals and reproduction unisexual, sexes are separate, internal fertilization, development is direct development. Okay.